NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ദല്ലാൽ നന്ദകുമാർ. ചില ഫോട്ടോകളാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണിച്ചത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിൽ അനിൽ ഇടപെട്ടതിന്റെ തെളിവായി ഇന്റർവ്യൂ കോൾ ലെറ്ററിന്റെ പകർപ്പ് കയ്യിലുണ്ടെന്നും തനിക്ക് അനിൽ തന്ന വിസിറ്റിംഗ് കാർഡ് ഉണ്ടെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ഫോൺ രേഖകളും ചില ഫോട്ടോകളും നന്ദകുമാർ പുറത്തുവിട്ടു. ആൻഡ്രൂസ് ആന്റണിയാണ് അനിൽ ആന്റണിയുടെ പുതിയ ദല്ലാളെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. മോദിയും ആൻഡ്രൂസും അനിൽ ആന്റണിയും ചേർന്നുള്ള ഫോട്ടോ നന്ദകുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അനിൽ ആന്റണി. ഇന്നും താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന് അനിൽ പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാമെന്നും അനിൽ ആന്റണി പറഞ്ഞു. 15 വർഷം മുമ്പ് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ 15 ദിവസം മുമ്പ് എന്റെ തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത്. വിഷുവിന്റെ അന്ന് അയാൾ തെളിവ് പുറത്തു വിടും. വിഷു കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് എന്റെ ഇലക്ഷൻ ഡീറെയിൽ ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതേ നന്ദകുമാറിനെതിരെ 9 ദിവസം മുമ്പ് ഇദ്ദേഹം 2016 എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ്, വലിയ പ്രമുഖമായ ഒരു കേസിൽ എന്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി. ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട്. അത് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ്? ഒരു സാമ്പത്തികവുമില്ല, ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല. ഇദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ്. ഓഫർ ലെറ്റർ, വിസിറ്റിംഗ് കാർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൗൺസിൽ നിയമനത്തിനുള്ള. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല, വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല.